പോട്ടെ ഇനിയിപ്പോൾ അവർക്ക് ഓർമ്മ കിട്ടിയില്ല അല്ലെങ്കിൽ അവർ ആലോചിച്ചില്ല, ഇത് ഉപയോഗത്തില്ലാത്ത കെട്ടിടമാണല്ലോ, അപ്പോൾ തകർന്ന് വീഴുമ്പോൾ അതിനകത്ത് ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കമൻറ്റ് നടത്താം. പക്ഷെ പിന്നീട് ആ കാര്യത്തിൽ തങ്ങൾ ഒരു നിർദ്ദേശം കൊടുക്കാത്തതുകൊണ്ടാണ് 1 മണിക്കൂർ പരിശോധന വൈകിയതെന്ന വിമർശനം വന്നല്ലോ. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. അത് രാഷ്ട്രീയ നേതൃത്വത്തിനും ഭരണ നേതൃത്വത്തിനും ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയുമില്ല എന്ന സമീപനം എടുക്കരുത്, അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. കാരണം അവരവിടെ വന്നപ്പോൾ ആ പരിശോധന വൈകിച്ചത് അവരുടെ ഉറപ്പിന്മേലാണ്. അതിലൊന്നുമില്ല എന്ന് അവർ തീർപ്പ് പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പരിശോധിക്കില്ലല്ലോ. അപ്പോൾ അവിടെ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കാം എന്നൊരു വാക്ക് പറയാത്തതിൻ്റെ പേരിൽ പരിശോധന വൈകിയെന്ന വിമർശനത്തെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു നല്ല മാതൃകയല്ല. കുറച്ചുകൂടെ സീനിയേഴ്സ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, മന്ത്രിമാർ അവർ ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു ധീരത കാണിക്കുക എന്നുള്ളത്. അതിൻ്റെ പേരിൽ അവർ ആരും ഇവിടെ തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. ഇതിപ്പോൾ അവർ മനഃപൂർവ്വം കെട്ടിടം തള്ളിയിട്ടതല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പറ്റിപ്പോയ പിഴവുകൾ ഏറ്റെടുക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ പറഞ്ഞതിന് തുടർച്ച എനിക്ക് പറയാനുള്ളൂ, ആരെങ്കിലും ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ ആ പ്രശ്നം വാലിഡ് ആണെങ്കിൽ ആ പ്രശ്നത്തെ ഉൾക്കൊള്ളാനും ആ വിമർശനം ഏറ്റെടുക്കാനും അതിന് പരിഹാരം കാണണമെന്ന് ആദ്യം ശ്രമിക്കേണ്ടത്. 10 വർഷം മുൻപുണ്ടായിരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കാലത്ത് ഇതൊന്നും ആയിരുന്നില്ല എന്ന വാട്ടർ ബോട്ടിൽ പറയുന്നത് മോശമാണ്. 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തു ചെയ്യുന്നു എന്നാണ് ജനം ചോദിക്കുന്നത്. അവരോട് അതിനുള്ള മറുപടി ജനങ്ങളോട്, ആദ്യത്തെ മറുപടി ജനത്തോടാണ് പറയേണ്ടത്. രണ്ടാമതാണ് രമേശ് ചെന്നിത്തലയോടും വി.ഡി. സതീശനോടും പറയേണ്ടത്. അപ്പോൾ ജനത്തോട് പറയുക, ഈ കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ളത് പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതിൽ സർക്കാർ ഊന്നുന്നതാണ് നന്നാവുക.